നോക്കൂ, ചക്കറിന്റെ അതേ നോക്കൂ, മൂലക്കല് ഇരിക്കണേ. ഈ അവിടെ ഇങ്ങനെ ഇരിക്കല്ലേ, അനക്ക് വിറ്റേക്കണോ? ഞാൻ ഇവിടെ കിടക്കല്ലേ, എന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ടാക്കണ്ട് ഗ്ലൂക്കോസ് കയറ്റാണ്ട് രോഗി വെച്ചിട്ട്. വന്നിട്ടേ നീ രോഗി. ഞാനാണ് കൈ പിടിച്ചിട്ട്. ഞാൻ പറഞ്ഞു വെറുതെ ഇരുന്നാലും ഗ്ലൂക്കോസ് കയറ്റുന്ന ആൾക്കാരുണ്ട്. കൈ ഇങ്ങനെ പിടിച്ച് അവിടെ കിടക്കുക. ഞാൻ കിടക്കുമ്പോ രോഗികള് കിടക്കുന്ന മാതിരിയാ കിടക്കുന്നത്. ഞാനവിടെ ഇരിക്കണേ, ഞാനവിടെ ഇരിക്കണുണ്ട്. അതിന് ഇവനെ വന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ട് രോഗിയാണോ? ഞാനൊരു തുണി ഇങ്ങനെ വിരിച്ചു, ഞാൻ മറ്റേ മിഷീനും കൊടുത്ത് വെച്ചിക്കണ്. എന്നിട്ട് ഇത് കൈ ഇങ്ങനെ വലിക്കണ്ട, എന്താ കുത്താനേ. അല്ല, ഇവിടെ നേരത്തെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, അപ്പൊ ആള് പോയിക്കണേ. അപ്പൊ ഞാനത് വെച്ചിട്ട് ഇന്നെ കുത്താൻ നിൽക്കണേ. അപ്പൊ ചക്കര ഒന്ന് മുമ്പിൽ ഇട്ടിരിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. അതൊക്കെ ഭയങ്കര ഒരു ട്രാജഡിയാണ്. ചക്കരന്റെ കോലൊക്കെ നോക്കിയിട്ട് എൻ്റെ കാട്ടിക്കൂട്ടിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു 2 മാസം എനിക്ക് ശരീരമൊക്കെ ഒന്ന് റെഡിയാക്കണം, മുഖമൊക്കെ റെഡിയാക്കണം. ഇനി ആകെ 39 ദിവസമാണ് കല്യാണത്തിനുള്ളത്. ഈ 39 ദിവസം കൊണ്ട് എന്താ റെഡിയാക്കുക? അതിനുള്ള റെഡിയായി മതി കേട്ടോ. ഇവിടെ നിന്ന് റെഡിയാക്കിക്കോ. ഹേ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഗെയിം കളിച്ച് പണം മേൻ ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ, അതിനാണ് OneXBet ഉള്ളത്. സിറിയ, PSG എന്നിവയുടെ ഔദ്യോഗിക പങ്കാളിയും കൂടിയാണ് OneXBet. ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ് എന്നീ മത്സരങ്ങൾ ലൈവായി കണ്ട് അവരുടെ സ്കോറുകൾ പ്രവചിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ പണം മേൻ ചെയ്യാൻ കഴിയും. അതുമാത്രമല്ല, ലാപ്ടോപ്പ്, ഐഫോൺ എന്നിങ്ങനെ ഒട്ടനവധി സമ്മാനങ്ങൾ നേടാൻ കഴിയും. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഉടനെ ആരംഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ടീമിനെ സന്തോഷിപ്പിക്കാൻ മാത്രമല്ല, മാച്ച് സ്കോർ ചെയ്ത് ഊഹിച്ച് നിങ്ങൾക്ക് പണമോ സമ്മാനമോ നേടാനുള്ള മികച്ച അവസരം കൂടിയാണിത്. ഒപ്പം രജിസ്റ്റർ ചെയ്യുമ്പോൾ എൻ്റെ പ്രൊമോ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 43,000 വരെ ഏൺ ചെയ്യാനും സാധിക്കും. പേടിഎം, ബാങ്ക്, ക്രിപ്റ്റോ, പേപ്പാൽ എന്നിവയിലൂടെയും മറ്റ് എളുപ്പ വഴികളിലൂടെയും നിങ്ങളുടെ വിജയങ്ങൾ നിങ്ങൾക്ക് എളുപ്പം പിൻവലിക്കാം. അതിനായി നിങ്ങൾക്ക് ഇവിടെ 24/7 കസ്റ്റമർ സപ്പോർട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, എന്തായാലും ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആദ്യം സുരക്ഷാ പന്തയം ഉറപ്പുവരുത്തുക. പിന്നെ ഗൂഗിൾ പോയിട്ട് OneXBet എന്ന് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ആപ്ലിക്കേഷൻ കിട്ടും. പിന്നെ എൻ്റെ പ്രൊമോ കോഡ് ഉപയോഗിച്ചിട്ട് കളിച്ചോളി, സമ്മാനങ്ങൾ നേടിക്കോളി. പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കര ഇപ്പോൾ നുള്ളി പറിച്ച് നിൽക്കണ എന്താണെന്നറിയോ? ചക്കരയുടെ തന്നെ വെഡ്ഡിങ് കാർഡാണ്. അപ്പോൾ വെഡ്ഡിങ് കാർഡ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ വെച്ചാൽ മതി, പക്ഷേ വെഡ്ഡിങ് കാർഡിന് കുറച്ച് പണികളുണ്ട്. എന്താണെന്നറിയോ? അതിലൊരു സ്റ്റിക്കർ ഒട്ടിക്കാണ്ട്. ഏതായാലും വെറുതെ ഇരിക്കില്ല, മൂലക്കിരിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വെഡ്ഡിങ് കാർഡ് എന്നെ സ്റ്റിക്കർ ഒട്ടിച്ചോ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പം ഇന്നൊരു കൊച്ചു വെഡ്ഡിങ് കാർഡ് വിശേഷം, നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ള ഒരുപാട് അപ്ഡേഷൻസ് ഞാൻ രാത്രി അല്ല, നമുക്കൊരു പണിയല്ലമ്മ. കല്യാണം ഇവിടെ ഏതായാലും നടന്ന് വിളിക്കണ്ടേ? ഇവിടെ ഉള്ള ആളുകളൊക്കെ വിളിച്ചാലോ എല്ലാരും ഇപ്പൊ അതിലാകെ 250 കത്താള്. 250 ആൾക്ക് കൊടുത്തിട്ടേ ബാക്കിയുള്ളവർക്ക് ഫോൺ വിളിച്ച് വരാൻ പറയാം. നമുക്കൊരു എന്താ എന്റർടൈൻമെന്റ് അല്ല, ഒക്കെ ഒരു വെറൈറ്റി ഒരു കല്യാണം ആക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കല്യാണ കത്ത് എടുക്കണം. ആദ്യത്തെ കത്ത് ഉമ്മ അപ്പാക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, കല്യാണ കത്ത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് സ്റ്റിക്കർ ഉണ്ടാവും. ഈ സ്റ്റിക്കർ ഓരോ കത്തിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. ചക്കരക്കില്ല ഏതായാലും പണിതാ സ്റ്റിക്കർ പിടിച്ചക്കരെ. ഇതാണ് സ്റ്റിക്കർ കേട്ടോ ഗൈസ്. സ്റ്റിക്കർ നമ്മൾ ഓരോന്നും ഒട്ടിച്ച് വെക്കണം. ഒരുപാട് സ്റ്റിക്കർ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു വയലറ്റ് കളറിലാണ് നമ്മൾ എന്താക്കിയത്. ഇത് വയലറ്റ് തന്നെയല്ലേ കത്ത്. ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചക്കര സിനിമപാടയാണ്. ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. ഓക്കെ ചക്കര, അപ്പോൾ ഇതാണ് നമ്മുടെ കത്ത് വരുന്നത് ഗൈസ്. ഇംഗ്ലീഷ്. ഇപ്പൊ ഒരു വീട്ടിലേക്ക് ഇംഗ്ലീഷ് അറിയുന്ന എത്ര ആൾക്കാരുണ്ടാവും? ഓക്കെ ചക്കര, എങ്ങനെ മടക്കാന്നൊന്ന് പറയും. മടക്കിയിട്ടൊന്ന് ഒട്ടിക്ക്. എന്തായാലും ഗൈസ്, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നോക്കിയൊക്കെ നമുക്ക് ഇങ്ങനെയാണ് ഈ കല്യാണം നടത്താനുള്ള യോഗം എന്നാണ് തോന്നുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നാണ് നമ്മൾ കത്ത് മടക്കുന്നത് കേട്ടോ. നമ്മളൊന്നും ഉറക്കത്തിൽ വിചാരിച്ചില്ല, പക്ഷെ ഇതൊക്കെ നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ കൂടി ഭയങ്കര സന്തോഷത്തിൽ കൂടി ആഹ്ലാദത്തോടു കൂടിയും ചെയ്യേണ്ട കാര്യമാണ്. ചക്കര അങ്ങനെ തന്നെ ചക്കര മടക്ക് പൊട്ടിക്ക്. ഒരു 250 ഉള്ളൂ. ഇന്ന് വൈകുന്നേരം വരെ എനിക്ക് പണിയില്ലാന്നല്ലേ പറഞ്ഞേ. കാർഡ് എങ്ങനെയുണ്ട്? കാർഡ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമില്ല ഇവിടെ കണ്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് കത്ത്. ഷഹന ഷെറീൻ വെഡ്സ് നിജാസ്
2/5/2024 കല്യാണം വരുന്നത്. സിമ്പിൾ കത്ത്, കാരണം കവറിലൊന്നും ഇടണ്ട. ഇതിങ്ങനെ മടക്കി ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്കിലാണ് അടിച്ചിട്ടുള്ളത്. പക്ഷെ വലിയ റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അവിടെ ഉള്ളതിൽ ഏറ്റവും ലോ റേറ്റ് അല്ല, ഒന്നും പാടെ എന്റെ കല്യാണത്തിനേക്കാളും കുറച്ചും കൂടി വലിയ റേറ്റ് ഉള്ള കത്താണ് കേട്ടോ. ആ ചൊറി പറഞ്ഞ ഷഹനാശെറി ഇല്ല. ഞാൻ ചക്കര എന്ന് വെക്കണം വെച്ചിട്ടായിരുന്നു. അപ്പൊ പിന്നെ ചക്കരക്ക് അതൊരു ഇടങ്ങേറാവിച്ചിട്ടാണ് പിന്നെ മാറ്റിയത്. ആദ്യത്തെ കത്ത് കൊണ്ടേ കൊടുക്കും. അപ്പൊ നിന്ന് വർത്താനം പറയുന്നുണ്ട്. കൊണ്ടേ കൊടുക്കുമ്പോ ആദ്യത്തെ കത്ത് വാപ്പാക്ക് കൊടുക്കാൻ പോകുന്നുണ്ട്. വാപ്പ ആദ്യം നോക്കും, വാപ്പാന്റെ പേരില്ലേന്ന്. മകളെ കല്യാണാണ് പറഞ്ഞിട്ട് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ചക്കരയുടെ കല്യാണ കത്ത്, ചക്കരയുടെ കല്യാണം ആദ്യത്തെ കത്ത് വാപ്പാക്ക് അല്ലേ? ചക്കരക്ക് ഇപ്പൊ ഒട്ടിക്കല്ലേ? ഈ സ്റ്റിക്കർ കുറച്ച് കഴിഞ്ഞാൽ ഒട്ടല് വാങ്ങും. ആ കൊണ്ടുപോകാൻ നേരത്തെ ഒട്ടിച്ചു കൊടുത്താൽ ഈ നേരം മടക്കിയിട്ടില്ലേ, നല്ല അമർത്തി മടിക്കാൻ മതി കേട്ടോ. കല്യാണ കത്ത് നമ്മളിവിടെ ഓരോ പേഷ്യൻസിനും നമ്മൾ കൊടുക്കുന്നതാവും. ചക്കര കല്യാണത്തിന് എല്ലാവരും വരും അല്ലേ? എല്ലാ മെഡിക്കൽ കോളേജിലെ എല്ലാ പേഷ്യൻസിനും വിളിക്കും. അപ്പോൾ ചോദിക്കും, മക്കളെ ഞങ്ങളെന്തും വിളിക്കണില്ലേക്കും. ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ വീഡിയോ കൂടെ കല്യാണം കാണിച്ചു തരും. കാരണം നമ്മൾ കല്യാണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവുകൊണ്ട് ചിലപ്പോൾ കല്യാണം വലിയൊരു ആർഭാട കല്യാണം ആവൂല, അല്ലെങ്കിൽ നമ്മൾ ആർഭാടമാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഉള്ളത് മാക്സിമം നല്ല രീതിക്ക് ഉമ്മാനെ ഇവിടുന്ന് ഒഴിവാക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. കണ്ണ് കാണാതെ 2-3 കിട്ടുമ്പോൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പണി ഇതായി ഓരോന്നും ഓൾക്ക് ഇങ്ങനെ എടുത്തു കൊടുത്താൽ മതി. ആകെ 250 കത്തുള്ളൂ, അടുത്ത കത്തേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ PDF ആക്കിയിട്ട് ഓനോടെ ഫയൽ അയച്ചുതരാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ബാക്കി PDF ഇല്ല, നമ്മളെ ഫയലാക്കിയിട്ട് അയച്ചുതരാൻ പറഞ്ഞിരിക്കുകയാണ്. കാരണം നമുക്ക് ദൂരമുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ വാട്സപ്പിൽ ഇങ്ങനെ PDF ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. എങ്ങനെ ഒന്ന് വായിച്ചു കൊടുത്താ? എങ്ങനെ ഒന്ന് വായിച്ചത്? മലയാളത്തിൽ വായിച്ചു. അപ്പൊ എന്തിനാണ് മലയാളത്തിലേക്ക് കൂടെ? അപ്പൊ മലയാളത്തിൽ എഴുതി കൂടെ. ഞാൻ ഇവരോട് ചോദിച്ചു, രണ്ടാളോട് ചോദിച്ചു നിങ്ങൾക്ക് മലയാളം പോരെയാണ്. അപ്പോൾ ഓര് പറയണ ഓർക്ക് ഇംഗ്ലീഷ് വേണം. ഇതിപ്പോ തോക്കിട്ട് ഇങ്ങനെ യാത്രയോടും അല്ലാതെ ആളിത്തരാണെങ്കിലും പേര് വലുതാണ്. കല്യാണക്കത്ത് ഇംഗ്ലീഷിൽ എഴുതിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ തല്ലുകൊടുത്ത് നമുക്ക് വായിക്കാൻ അറിയുന്നില്ല. നിങ്ങളില്ലേ ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞാൽ മതി, എന്റെ മകളെ കല്യാണമാണ് വായിച്ചു നോക്കെന്ന് പറഞ്ഞിട്ടോ. എന്റെ മാതിരിയുള്ള ആൾക്കാരാണെങ്കിലോ വീട്ടിൽ ഏതെങ്കിലും ഒരു കുട്ടി ഇംഗ്ലീഷൊക്കെ പഠിക്കുന്ന കുട്ടിയാവും. ഞാൻ ഇംഗ്ലീഷ് കണ്ടാ എന്താ അറിയോ? ഇംഗ്ലീഷ് എന്താ അറിയോ? ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ആണ്. പണ്ടില്ല, പണ്ട് ഇംഗ്ലീഷുകാരുടെ നാട് കടത്തിരുന്നു അല്ലേ? പണ്ട് മലയാളമായിരുന്നു. പണ്ട് മലയാളമായിരുന്നു, ഇപ്പൊ ഇംഗ്ലീഷാണ്. നാട്ടുകാർ കംപ്ലീറ്റ് നോക്കുകയാണ്. നമുക്ക് വേറെ പാകമൊന്നുമില്ല, കാരണം കുടുംബം മൊത്തം മെഡിക്കൽ കോളേജിലാവുമ്പോൾ നമ്മളെ എന്താക്കണോ? കല്യാണക്കത്തൊക്കെ ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് അടിക്കണത്. ആ ശരി. ആർക്കും അങ്ങനെ ഭാഗ്യം ഉണ്ടാവില്ല. നാട്ടില് കംപ്ലീറ്റ് നിങ്ങള് ഇവിടെ ടോക്കൺ കൊടുക്കണ മാതിരി ഓരോ കത്ത് കൊടുത്തോട്ടോ. ഞങ്ങനെ എനിക്ക് വയ്യ നടന്ന് വിളിക്കാനൊന്നും. വരുന്നുണ്ട് തുടങ്ങിക്കോളിട്ടോ. നമ്മളീ ബെഞ്ചില് നമ്മുടെ ഈ വാർഡിൽ നിങ്ങൾക്ക് അറിയുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഓരോ കത്ത് കൊടുക്കും. നമ്മള് മാത്രം പോവാത്തതേ, അത് കുഴപ്പമില്ല. ഡോക്ടർമാർക്കൊക്കെ ഓരോ കത്ത് കൊടുക്കൊണ്ട് വരികയാണെങ്കിൽ വെച്ചിട്ടോ. അപ്പം എന്തായാലും മടക്കി ഇങ്ങനെ കയ്യിൽ വെക്കുന്നുണ്ട്. ചക്കര അവിടെ മടക്കിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാം, ഈ വട്ടളഞ്ഞിങ്ങനെ പൊതിയാറ്റപ്പോഴേ പൊതിച്ചോറാച്ചിട്ട് പാസ്ഔട്ട് വരുമോ? ആൾക്കാർ വരുന്നവർ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഗൈസ് നമ്മളിങ്ങനെ മടക്കി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും മടക്കാനുള്ളതാണ്. ഏതായാലും പണിയൊന്നും ഇല്ലല്ലോ, ഇവിടെ ഇരുന്ന് മടക്കുകയാണ്. എന്തായാലും ഇതൊക്കെ ഒരു അനുഭവമാണല്ലോ മാ അല്ലേ? നമ്മുടെ ചെറിയ മകളുടെ കല്യാണം മെഡിക്കൽ കോളേജിൽ നിന്നാണ് നമ്മ കത്തും മടക്കണേ. അതൊരു അനുഭവമാണ്. ഓക്കെ, ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട് ഇങ്ങനെ മടക്കുക.
അല്ലേ? ആൾക്കാരൊക്കെ അല്ല പറ്റിക്കും ചില കല്യാണങ്ങൾ അങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന കല്യാണങ്ങളോ, അതെ. അതായത് ഇതൊരിക്കലും ഒരിക്കലും മറക്കാത്ത കല്യാണമാവും ഇത്. കാരണം ഇന്ത്യ മുമ്പ് കല്യാണ കത്തടിച്ചൊന്നും ഓർമ്മ ഉണ്ടാവൂല അല്ലേ? ഇതുമ്മ മറക്കൂല. കല്യാണ പെണ്ണാണ് കല്യാണ പത്ത് മടക്കണ്. ഓക്കെ, എല്ലാവരും പാടെ ഒരുമിച്ച് സന്തോഷിച്ച് ഇരുന്ന് മടക്കേണ്ട ഒക്കെ ഒരു സംഭവം നമ്മൾ വളരെ സിമ്പിളായി വളരെ ലളിതമായി മെഡിക്കൽ കോളേജിൻ്റെ തറയിലിരുന്ന് വരാന്തയിലിരുന്ന് നേഴ്സുമാരെ കണ്ട് രോഗികളെ കണ്ട് വീൽ ചെയർ കണ്ട് സ്ട്രെച്ചർ കണ്ട് ബോഡി കണ്ട് എല്ലാം കണ്ടിട്ടാണ് ഗ്ലൂക്കോസ് കണ്ടിട്ടൊക്കെ ഇരുന്ന് ഭയങ്കര ആസ്വദിച്ചിട്ടാണ് ഗൈസ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചോദിക്കണം ഒന്ന് എണ്ണിക്കാണി, ഒന്ന് എണ്ണി 99 എത്തിക്കഴിഞ്ഞാൽ നിർത്തിയാൽ മതി കേട്ടോ. 99 കഴിഞ്ഞ എത്ര? 100 കഴിഞ്ഞ എത്ര? 109 കഴിഞ്ഞ എത്ര? ആ പറഞ്ഞേ എണ്ണണ്ടാ പറഞ്ഞേ. 109 കഴിഞ്ഞ 200 അത്ര ഇതന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഞാൻ എഴുതിയത്. അല്ലെങ്കിൽ മലയാളം എഴുതിയ ഭയങ്കര തിരുത്തല കൂടെ അല്ലേ? അത് ഓർക്കാനുള്ളൊരു സംഭവമാണ്. പഠിച്ചവൻ്റെ ഒരു പരീക്ഷണമാണ്. ചിലപ്പോൾ ഈ അത് വേഗം മറപ്പിച്ചിട്ടാണ് പഠിച്ചവൻ തന്നെ ഇങ്ങനെയൊക്കെ തന്നെ പരീക്ഷിക്കുന്നത്. മനസ്സിലായോ? ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കല്യാണം ആകുമ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയോ? ഈ ജീവിതത്തിന്റെ കാര്യം എന്താ പറയുക, ആദ്യം നമുക്ക് സന്തോഷത്തിൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ജീവിതം കയ്പാവും. നെല്ലിക്കട മാതിരിയാണ്. ഇത് നേരെ തിരിച്ചാണ് എനിക്ക്. കയ്പിൽ തുടങ്ങിയിട്ട് എനിക്ക് സന്തോഷകരമായ ജീവിതമാണ് ഇല്ലമ്മ. ആദ്യം കുറച്ച് ഇടങ്ങേറായി കഴിഞ്ഞാൽ ജീവിതം പിന്നെ മുന്നോട്ട് നന്നായിട്ട് തീരണം കേട്ടോ. അല്ലെങ്കിൽ ആദ്യം എല്ലാ സൗഭാഗ്യം കിട്ടിയിട്ട് 1 വർഷം 2 വർഷം കൊണ്ട് ഇടങ്ങേറും കണ്ണീരും ദുരിതമാവരുത്. മനസ്സിലായോ? അപ്പോൾ ഇതും ഇല്ലാത്ത എത്ര നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെക്കാൾ താഴെയുള്ളവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒന്നും വേണ്ട, ഈ മെഡിക്കൽ കോളേജിൽ ഓരോ രോഗികൾ എങ്ങനെയാണ് കിടക്കുന്നത്, പാപ്പമില്ല മക്കളില്ല നോക്കാൻ, അങ്ങനെ എത്രയോ പേര് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഭാഗമൊക്കെ ചിന്തിച്ചിട്ട് കിട്ടിയതിന് അൽഹംദുലില്ലാ എന്ന് പറയാനും ഇതൊക്കെ എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നും ആലോചിക്കുക. ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ മാറ്റി വെക്കുക, ഒക്കെ നല്ലതിനാവും. പിന്നെ ഇതിപ്പോൾ വീട്ടിൽ നിന്നായാലും മടക്കി വെക്കണം, മെഡിക്കൽ കോളേജിൽ നിന്നായാലും മടക്കി വെക്കണം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കുന്നത്. ഓക്കെ, പെരെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് മടക്കാനുള്ള നേരം ഉണ്ടാവില്ല. കാരണം പെര ആദ്യം ഒന്ന് നനച്ചുള്ളി പണി എടുക്കണം, അങ്ങനെ കോലയിക്കണം. അപ്പോൾ പിന്നെ ഇപ്പോൾ ഏതായാലും ഇവിടെ നമ്മളൊക്കെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ കല്യാണക്കത്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ഓക്കെ, എന്തായാലും ഉമ്മ അടക്കി ഇതിലൊരു 50 ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് അത്ര ഉണ്ട്. ഒരു പറക്കുന്ന മൊത്തം അടുക്കി കഴിഞ്ഞിട്ടേ അല്ല മടക്കി കഴിഞ്ഞിട്ടേ നമ്മൾ വീഡിയോ നിർത്തുള്ളൂ. അവസാനത്തെ കത്ത് മടക്കല ചക്കര മടക്കിയതൊക്കെ കൊണ്ടൊക്കെ നമ്മളങ്ങനെ മടക്കി സ്റ്റിക്കർ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കാണിച്ചത്. പിന്നെ ഇപ്പോൾ ഒട്ടിച്ചത് ഒട്ടിപ്പോൾ പൊടിച്ചിട്ട് അപ്പം ഒട്ടിക്കാന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരു ആഞ്ഞ് പിടിച്ച് നമ്മുടെ കഴിഞ്ഞൂലേ. അത് കൊടുത്താൽ മതി, ആൾക്കാർക്ക് എന്താണെന്ന് മനസ്സിലായാൽ മതി. മാനം കൂടെ എണ്ണിച്ചിട്ടില്ല, ഞാൻ തന്നെ എണ്ണി. ഓക്കെ, എന്തായാലും ഗൈസ് ഇങ്ങനെയാണ് ഇത്രയുള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ കല്യാണക്കത്ത് നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ആക്കി. ഇൻഷാ അല്ലാഹ് ഇനി ഒരുപാട് അപ്ഡേഷൻ എന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ഡോക്ടർ വരുള്ളൂ. ആർക്ക്? മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ഇതൊക്കെ വലിയ കൊട്ടാരത്തിൽ തന്നെ കാട്ടണത്. ഏത് മനുഷ്യന്മാരും ഈ പണി ചെയ്തിട്ടുണ്ടായില്ല മെഡിക്കൽ കോളേജിൽ നിന്ന് കല്യാണം. ആളുകൾ ചോദിക്കും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തു. അതല്ല മക്കളെ, വീട്ടിൽ ആരും ഇല്ല ഒന്നാമത്, പിന്നെ അധികം നേരവും ഇല്ല. കുടി പോയിട്ടൊന്നും ഞങ്ങൾക്ക് സമയമില്ല. വള്ളം പാർന്ന് ഇനി ഈ നോമ്പ് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും അറിയാം. അപ്പം എല്ലാവരും നോമ്പ് വീട്ടിലിരുന്ന് നോക്കി ഇതാക്കുന്ന ആളുകളാണ്. നമ്മളിവിടെ മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ അത് രണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളുള്ള ടൈമിൽ നമ്മൾ എന്തായാലും ഇതുമ്പാട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ അതൊരു നിങ്ങൾക്കൊക്കെ ഒരു കൗതുകമാവും, നമുക്കിതൊരു ഇടങ്ങേറുമാണ്. അതൊന്ന് കാണിച്ചു തന്നാണ് കഴിച്ചത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി എന്തായാലും കല്യാണം വിളിയും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് അപ്ഡേഷൻ ഞാൻ വൈകുന്നേരത്തെ വീഡിയോയിൽ അറിയിക്കാട്ടോ. കാരണം ഇതുവരെ ഡോക്ടർ എത്തിയിട്ടില്ല. ഇന്ന് OP ഉള്ള ദിവസമാണ്. ഇന്ന് വന്നിട്ടാണ് എന്താണെന്ന് പറയുള്ളൂ. ഞാൻ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ കല്യാണ കത്തും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇതിനായിട്ടാട്ടോ ഇന്നലെ ഞാൻ നാട്ടിൽ പോയി അവിടെ പോയി വാങ്ങി വന്നത്. ഇത് തല തിരിച്ചിട്ട് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വെക്കണം കേട്ടോ. ഓക്കെ, കഴിഞ്ഞില്ലേ?